ഡിജിറ്റൽ ലോകത്ത് നാം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഓൺലൈൻ തട്ടിപ്പുകൾ തന്നെയാണ്. വാട്സാപ്പ് വഴിയുള്ള തട്ടിപ്പാണ് അതിലേറെയും. ഇന്ത്യയിൽ വാട്സാപ്പിന് 400 മില്യണിലധികം ഉപയോക്താക്കളുണ്ട്. അതുകൊണ്ടുതന്നെ ഹാക്കർമാര് തങ്ങളുടെ പണി നടത്താൻ തെരഞ്ഞെടുക്കുന്നതും ഇന്ത്യ തന്നെ. ഉപയോക്താക്കൾക്ക് ഒരു സംശയവും തോന്നാത്ത തരത്തിലാണ് ഹാക്കർമാര് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പറ്റിക്കപ്പെട്ടുവെന്ന് മനസ്സിലാകുമ്പോഴേക്കും നാം തട്ടിപ്പിനിരയായി കഴിഞ്ഞിട്ടുണ്ടാവും. ഡിജിറ്റൽ അറസ്റ്റിന് പിന്നാലെ വാട്സാപ്പ് OTP തട്ടിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇത്തരം സംഘങ്ങൾ. OTP അഥവാ വൺ ടൈം പാസ്വേഡ് സാധാരണ നമ്മൾ ഡിജിറ്റൽ പണമിടപാടുകൾക്ക് ഉൾപ്പെടെ ഉപയോഗിക്കുന്നവയാണ്. അതുവഴി എങ്ങനെയാണ് തട്ടിപ്പ് നടക്കുകയെന്ന് നോക്കാം. സാധാരണയായി നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി വെരിഫിക്കേഷനായി വാട്സാപ്പ് SMS അയക്കുക പതിവാണ്. ഹാക്കർമാര് നമ്മുടെ അടുത്ത സുഹൃത്തിന്റെയോ ബന്ധുവിന്റെയോ പേരിലാകും നമുക്ക് മെസ്സേജ് അയക്കുക. ഇതുവഴി ഇരയുടെ വിശ്വാസം നേടിയെടുക്കുകയാണ് അവരുടെ ലക്ഷ്യം. അബദ്ധത്തിൽ നമ്പര് മാറി OTP വന്നതാണെന്നും അതൊന്ന് വാട്സാപ്പിൽ അയക്കുമോ എന്നും ചോദിക്കും. OTP അവർക്ക് അയച്ചുകൊടുക്കുന്നതോടെ നിങ്ങളുടെ വാട്സാപ്പ് അവരുടെ കൈവശമാകും. സ്ട്രോങ് എൻക്രിപ്ഷൻ ഉള്ളതുകൊണ്ടുതന്നെ ആരാണ് വാട്സാപ്പ് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കില്ല. അക്കൗണ്ട് ഹാക്ക് ചെയ്തുകഴിഞ്ഞാൽ ഹാക്കർമാര് നിങ്ങളോട് പണം ആവശ്യപ്പെടും. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പാസ്വേഡുകൾ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ കാലിയാക്കും. ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി ആര് ചോദിച്ചാലും OTP പങ്കുവയ്ക്കാതിരിക്കുക എന്നത് തന്നെയാണ്. തട്ടിപ്പുകളിൽ തട്ടി വീഴാതിരിക്കാൻ വാട്സാപ്പും ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആരെങ്കിലും നിങ്ങളുടെ നമ്പർ ഉപയോഗിച്ച് വാട്സാപ്പിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയക്കും. ആർക്കും OTP ഷെയർ ചെയ്യരുത് എന്നാണ് വാട്സാപ്പും പറയുന്നത്. വാട്സാപ്പ് OTP തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഇത്തരം സന്ദേശങ്ങൾ അവഗണിക്കുക എന്നതു മാത്രമാണ്.